അങ്ങനെ ഇപ്രാവശ്യം നേരെ വടകരയ്ക്ക് കേട്ടോ, പർപ്പസ് ഫോർ പ്രോഗ്രാം നേരെ ട്രെയിനിലെത്തി. മാമാട്ടി എനിക്ക് മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് തന്നിട്ടാ, ഫ്രണ്ട് ഭാഗം മാത്രം നല്ല അളിഞ്ഞ ലുക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്ത് എത്തി. ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അവിടുത്തെ ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. ഈവനിങ് ആയപ്പോൾ അവിടെ ഒരു ഈവനിങ് വൈബും ഈവനിങ് ടീ കോഫി അങ്ങനത്തെ ചെറിയ പരിപാടി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഒരു ചായ അല്ല, ഒരു കോഫിയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഫ്രഷ് ആയിട്ട് നേരെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചിട്ട് പ്രോഗ്രാം തുടങ്ങിയത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, സിംഗേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ സിംഗർ അശ്വതി ഉണ്ടായിരുന്നു പാടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതിന് പുറമെ ഈ ഒരു 360 ചെയ്യുന്ന ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോയി. അടപടലം പാളി ഗൈസ്, ഒരു ഫുഡും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കരുതിയിട്ട് ഉള്ള ഫുഡും കഴിച്ചുകൊണ്ട് നേരെ പോയപ്പോൾ DJ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത്. നമ്മളെ പരിപാടിക്ക് പുറമെയാണ് DJ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ പോണ വഴിക്ക് റെയിൽവേയിൽ എത്തിയപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ ഒടുക്കത്തെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പുതർന്നിടക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രെയിൻ വന്നു കറക്റ്റ് ടൈമിൽ വീട്ടിലെത്തി.